ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളിൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ കുറച്ച് യഹൂദർ അവനോട് വന്ന് ചോദിക്കുകയാണ്, നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് വ്യക്തമായി പറയുക, ഞങ്ങളെ നീ ഇങ്ങനെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തരുത്. യേശുനാഥൻ അവരോട് വ്യക്തമായി സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിന് പിന്നിൽ രണ്ട് തരത്തിലുള്ള ഉദ്ദേശമുണ്ട്. ഒന്ന്, ഈ ആളുകളിൽ തന്നെ ചില മനുഷ്യർ യേശുനാഥനെ മിശിഹായായി അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ ചിലർ ഇത് ചോദിച്ചത് യേശുനാഥനെ കൊടുക്കാനാണ്. ഒന്നെങ്കിൽ ദൈവം നിന്ന കുറ്റം ചുമത്തി യേശുനാഥനെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ റോമാക്കാർക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് യേശുനാഥനെ ശിക്ഷിക്കുക. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലം കൂടെ ഈ ഒരു ചോദ്യത്തിന് പിന്നിലുണ്ട്. അപ്പോൾ ഈ രണ്ടു പേർക്കുള്ള ഉത്തരം വളരെ വ്യക്തമായി യേശുനാഥൻ നൽകുന്നുണ്ട്. ഒന്നാമത് യേശുനാഥൻ പറയുന്നൊരു കാര്യമാണ്, ആരാണോ എന്നെ മിശിഹായായി അംഗീകരിക്കുന്നത് അവർ എൻ്റെ ആടുകളാണ്, എൻ്റെ സ്വരം ശ്രവിക്കുന്നവരാണ്. കാരണം ഇതിന് തൊട്ട് മുൻപ് ഈ സുവിശേഷ ഭാഗങ്ങളിൽ യേശുനാഥൻ പലപ്പോഴായി താൻ മിശിഹായാണെന്നും താൻ ദൈവപുത്രനാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ചില പ്രഖ്യാപനങ്ങൾ അവിടെ നടത്തിയത് അത്ര പരസ്യമായിട്ടല്ല, ചില മനുഷ്യരുമായിട്ടുള്ള രഹസ്യ സംഭാഷണങ്ങളിലാണ്. ഒന്ന്, യേശുനാഥൻ ഒരു സമരക്കാരിയായ സ്ത്രീയോട് സംസാരിക്കുമ്പോഴാണ് മിശിഹായാണെന്ന് പ്രഖ്യാപിക്കുന്നത്. പിന്നീട് പക്ഷെ അത് അവിടെയുള്ള സമരക്കാർ മുഴുവനും അറിയുന്നുണ്ട്. പിന്നീട് കാഴ്ചയില്ലാത്തൊരു മനുഷ്യന് കാഴ്ച നൽകുമ്പോഴും അവിടുന്ന് ദൈവപുത്രനാണ് എന്നുള്ളൊരു സൂചന നൽകുന്നുണ്ട്. അപ്പോൾ ഇത് ഈ യഹൂദരെ അറിഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവരത് ചോദിക്കുമ്പോൾ ഈ മിശിഹായുടെ രാജ്യം വരുന്നതിന് തൊട്ട് മുമ്പുള്ള സൂചനയെക്കുറിച്ച് യേശയ്യാപ്രവാചകൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അന്തർക്ക് കാഴ്ച ലഭിക്കുമെന്നുള്ളത്. അപ്പോൾ വചനം മനസ്സിലാക്കിയിരുന്ന മനുഷ്യരാണെങ്കിൽ അവർക്ക് യേശുനാഥനെ അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചവരിൽ ചില മനുഷ്യർ യേശുനാഥനെ അംഗീകരിക്കാൻ തയ്യാറാണ്. അവരെക്കുറിച്ചാണ് യേശുനാഥൻ പറയുന്നത്, അവരെൻ്റെ ആടുകളാണ്, അവരെൻ്റെ സ്വരം ശ്രവിക്കുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് എന്നെ അംഗീകരിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവരെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചു കൊണ്ടുപോകില്ല എന്നൊരു സൂചന കൂടെ നൽകുന്നത്. അപ്പോൾ യേശുനാഥനിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചുമാണ്. അവിടുന്ന് ജീവൻ കൊടുത്തും അവരെ രക്ഷിക്കും. അപ്പം ഞാൻ ആ രക്ഷയുടെ തലത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാൻ യേശുനാഥൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന അവൻ്റെ ആടുകളായി മാറുക എന്നുള്ളതാണ് സൂചന. എന്നാൽ അങ്ങനെ അല്ലെങ്കിലും, അങ്ങനെ അല്ലാത്ത മനുഷ്യർ നിത്യജീവൻ പ്രാപിക്കില്ല എന്നൊരു സൂചന കൂടെ യേശുനാഥൻ നൽകുന്നുണ്ട്. അവർ എൻ്റെ ആടുകളല്ല അവരെന്ന് യേശുനാഥൻ വളരെ വ്യക്തമായി ഈ മനുഷ്യരോട് പറയുകയാണ്, എന്നെ കേൾക്കാത്ത നിങ്ങൾ എൻ്റെ ആടുകളല്ല. അപ്പോൾ ഇത് ആ ദൈവത്തിൻ്റെ രക്ഷയിൽ നിന്ന് മാറ്റപ്പെടുന്ന മനുഷ്യരെ കുറിച്ചാണ്. അപ്പം ഞാൻ ഈ രക്ഷ സ്വീകരിക്കുന്നത്, സംരക്ഷണം സ്വീകരിക്കുന്നത് യേശുനാഥനെ വിശ്വസിക്കുമ്പോഴാണ്, യേശുനാഥൻ്റെ വാക്കുകളെ ശ്രവിക്കാൻ മനസ്സാകുമ്പോഴാണ്. അവന് ചെയ്യുന്ന പ്രവൃത്തികൾ, അവിടുത്തെ സ്നേഹപ്രവൃത്തികൾ കണ്ട് അവിടുത്തെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ആടുകളായി മാറും. ഞാൻ അവിടുത്തെ ആടായി മാറുമ്പോൾ ഞാൻ അവിടുത്തെ സംരക്ഷണ വലയത്തിലാവും. പക്ഷേ ഞാൻ എപ്പോഴാണോ അവിടുത്തെ തിരസ്കരിക്കുന്നത്, അപ്പോൾ ഞാൻ സംരക്ഷണത്തിൽ നിന്നാണ് ഇല്ലാതായി മാറുന്നത്. അവിടുത്തെ സംരക്ഷണമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. യേശുനാഥൻ പറയുന്നുണ്ട്, ആരും ഈ ആടിനെ എന്നിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകില്ലെന്നാണ്. ആടിനു വേണ്ടി ജീവൻ ബലികഴിക്കുന്ന സ്നേഹം. അപ്പോൾ ആ സ്നേഹ സംരക്ഷണത്തിൽ ഞാൻ ഉൾപ്പെടാൻ ഞാൻ യേശുനാഥനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അവിടുന്ന് പറയുന്നത് ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മനുഷ്യനായി മാറണം. അങ്ങനെ അല്ലാത്ത അവസരങ്ങളിൽ ഞാൻ ഈ സംരക്ഷണം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യനായി മാറും എന്നുള്ളതാണ്. യേശുനാഥൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരെയും സംരക്ഷിക്കുവാനും എല്ലാവരും രക്ഷിക്കുവാനും വന്നു. പക്ഷേ ആ രക്ഷ ഞാൻ സ്വീകരിക്കണമെങ്കിൽ അവിടുത്തെ വിശ്വസിക്കുവാനും അവിടുത്തെ മനസ്സിലാക്കുവാനും കേൾക്കുവാനും എനിക്ക് കഴിയണം. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.